ഹലോ ഗൈസ്, ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഉബുണ്ടു 20 സെർവർ AWSൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ EC2 ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ടാണ് ഞാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് EC2ൻ്റെ കൺസോളിലാണ്, അതുപോലെ ഒഹിയോ റീജിയനാണ്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഡാഷ്ബോർഡിൽ നിന്ന് തന്നെ നമുക്ക് ലോഞ്ച് ഇൻസ്റ്റൻസ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് ലോഞ്ച് ഇൻസ്റ്റൻസ് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് തന്നെ ചോദിക്കുന്നത് AMA ഏത് വേണമെന്നുള്ളതാണ്. അപ്പോൾ സെർച്ച് ടാബിൽ ഉബുണ്ടു എന്ന് ടൈപ്പ് ചെയ്യുക. ഞാൻ ഉബുണ്ടു ആണ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഉബുണ്ടുവിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വെർഷനും ഇവിടെ ഷോ ചെയ്യും. ഞാനിപ്പോൾ ചെയ്യുന്നത് 20 വെർഷനാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ അത് ചൂസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യുക. അതേപോലെ അടുത്തത് ഇൻസ്റ്റൻസ് ടൈപ്പ് ഏത് വേണമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് വേണം ചൂസ് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ T2 മൈക്രോണ് ചൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് അടിക്കുക. ഇവിടെ ഇൻസ്റ്റൻസിൻ്റെ കോൺഫിഗറേഷനാണ്, എത്ര ഇൻസ്റ്റൻസ് വേണം, അതേപോലെ നെറ്റ്വർക്ക് ഏതൊക്കെയാണ് വേണ്ടത്, സബ്നെറ്റ് ഏതൊക്കെ വേണ്ടത്, IP, അതേപോലെ തന്നെ റോൾ ഏതൊക്കെ വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഡിഫോൾട്ട് VPC ആണ് ചൂസ് ചെയ്യുന്നത്. അതേപോലെ ഒരു സബ്നെറ്റ് ഞാൻ ചൂസ് ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് പബ്ലിക് IP എനേബിൾ ആവുന്നുണ്ട്. IP വെർഷൻ 6 എനേബിൾ ആവുന്നുണ്ട്. ഞാൻ ആ VPCക്കകത്ത് IP വെർഷൻ 6 എനേബിൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസേബിൾ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ റോള് ഏതാണ് ആക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാം. റോള് ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ചെയ്യുന്നത്. അതേപോലെ എനേബിൾ ടെർമിനേഷൻ പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എനേബിൾ ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് മോണിറ്ററിങ് എനേബിൾ ചെയ്യാം. അതേപോലെ അൺലിമിറ്റഡ് ക്രെഡിറ്റ് സ്പെസിഫിക്കേഷൻ അൺലിമിറ്റഡ് വേണമെങ്കിൽ അത് കൊടുക്കാവുന്നതാണ്. IP വേണമെങ്കിൽ ഇവിടെ അസൈൻ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എടുത്തോളും. താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാഷ് സ്ക്രിപ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. എന്തെങ്കിലും ഇൻസ്റ്റലേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞു കൊടുക്കാം. നമുക്ക് താഴത്തെ യൂസർ ഡാറ്റയിൽ പറഞ്ഞു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് അടിക്കുവാണ്. അടുത്ത സ്റ്റോറേജ് ആഡ് ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ സ്റ്റോറേജ് ബൈ ഡിഫോൾട്ട് 8GB ആണ് കാണിക്കുന്നത്. എൻക്രിപ്ഷൻ എനേബിൾ ചെയ്യണമെങ്കിൽ എനേബിൾ ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കൂട്ടണമെങ്കിൽ കൂട്ടാം. അതൊക്കെ അഡീഷണൽ സ്റ്റോറേജ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒരു അഡീഷണൽ സ്റ്റോറേജ് ആഡ് ചെയ്യുവാണ്. ഒരു EBS ഫോളിയോ എടുത്തിട്ട് ഞാനൊരു 2GB എന്തെങ്കിലും കൊടുക്കുവാണ്. അതേപോലെ നിങ്ങൾക്ക് ഡിലീറ്റ് ഓൺ ടെർമിനേഷൻ വേണമെങ്കിൽ ടിക്ക് ഇടണ്ട. അതിനകത്ത് ഡാറ്റയൊക്കെ അതിനകത്താണ് സ്റ്റോർ ചെയ്യുന്നതാണെങ്കിൽ നമുക്കത് ഒരിക്കലും ടിക്ക് ഇടാതിരിക്കണം സേഫ്. ഇൻസ്റ്റൻസ് ടെർമിനേറ്റ് ചെയ്യുമ്പോൾ ആ ഇൻസ്റ്റൻസും കൂടി പോകും ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ. ഞാൻ നെക്സ്റ്റ് അടിക്കുവാണ്. അടുത്ത ടാഗ് സെക്ഷനാണ്. അപ്പോൾ ഇൻസ്റ്റൻസിന് ടാഗ് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു ടാഗ് നെയിം ഉബുണ്ടു 20 എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുവാണ്. ഈ ടാഗ് ഇൻസ്റ്റൻസിനും വോളിയത്തിനും നെറ്റ്വർക്ക് ഇൻ്റർഫേസിനും എല്ലാം അസൈൻ ആയിക്കോളും. നെക്സ്റ്റ് അടിക്കുക. അടുത്ത സെക്യൂരിറ്റി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാനൊരു പുതിയ എക്സിസ്റ്റിംഗ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ക്രിയേറ്റ് സെക്യൂരിറ്റി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഉബുണ്ടു 20_SG എന്നാണ് നെയിം കൊടുക്കുന്നത്. അതേപോലെ തന്നെ അത് തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നു. എൻ്റെ ലിനക്സ് സെർവർ ആയതുകൊണ്ട് എനിക്ക് SSH പോർട്ടാണ് എനേബിൾ ചെയ്യേണ്ടത് 22. ഞാൻ എൻ്റെ IP നിന്ന് മാത്രമായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുവാണ്. എനിവെയർ കൊടുക്കുന്നില്ല. മൈ IP ആണ് ഞാൻ കൊടുക്കുന്നത്. കസ്റ്റം IP ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ IP അവിടെ പറഞ്ഞു കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ HTTPS വെബ് സെർവർ ഹോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പോർട്ടും കൂടി ആലോചിച്ച് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഇപ്പോൾ HTTP മാത്രമാണ് പറഞ്ഞു കൊടുക്കുന്നത്. നെക്സ്റ്റ് റിവ്യൂ ചെയ്തതിന് ശേഷം എന്തെങ്കിലും ചേഞ്ചസ് വരുത്താണ്ട് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ലോഞ്ച് കൊടുക്കുക. ലോഞ്ച് കൊടുക്കുമ്പോൾ കീ പെയർ ഏതാണെന്നുള്ളത് ചോദിക്കും. ആ കീ പെയറും പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ ഇവിടെ സ്റ്റോറേജ് എൻക്രിപ്റ്റഡ് അല്ല. അതുപോലെ ഞാൻ കീ ഇപ്പോൾ ഇവിടെ എൻ്റെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കീ ആണ്, അത് തന്നെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ക്രിയേറ്റ് ന്യൂ കീ പെയർ കൊടുത്ത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു നെയിം കൊടുക്കുക, എന്നിട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കുക സേഫായിട്ട്. ഞാൻ ലോഞ്ച് ഇൻസ്റ്റൻസ് കൊടുത്തു. ഇനി വ്യൂ ഇൻസ്റ്റൻസിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ നേരെ EC2 ഡാഷ്ബോർഡിലേക്ക് സെക്ഷനിലേക്ക് പോകും. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും ഉബുണ്ടു 20 സെർവർ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സ്റ്റേറ്റ് പെൻഡിങ് ആണ്. കുറച്ച് ടൈം എടുക്കും. നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം ഇടയ്ക്കിടയ്ക്ക്. ഇപ്പോൾ റണ്ണിങ് സ്റ്റേറ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റാറ്റസ്റ്റിക്കും പാസ്വേഡ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഇതിനകത്ത് പബ്ലിക് IPയും പ്രൈവറ്റ് IP എല്ലാം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സെക്യൂരിറ്റി ഗ്രൂപ്പും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. 22 പോർട്ട് ഞാൻ അലോ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ സെക്യൂരിറ്റി ഗ്രൂപ്പിൽ പോയി കഴിഞ്ഞാൽ ഞാൻ 2280 ആണ് അലോ ചെയ്തിരിക്കുന്നത്. സ്റ്റോറേജ് എല്ലാം ഓക്കെയാണ്, സ്റ്റാറ്റസ്റ്റിക്കും എല്ലാം ഓക്കെയാണ്. നമുക്കിനി ഈ സെർവറിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ആ സെർവർ സെലക്ട് ചെയ്തതിന് ശേഷം കണക്റ്റ് കൊടുക്കുക. അതിനകത്ത് SSH ക്ലയൻറ്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ വരിക. അവിടെ നമുക്ക് ഒരു കണക്ട് ചെയ്യാനുള്ളൊരു സ്ട്രിങ് കിട്ടും. അത് കോപ്പി ചെയ്യുക. എൻ്റെ കീ എൻ്റെ ലോക്കൽ സിസ്റ്റത്തിൽ എവിടെയാണോ കിടക്കുന്നത് ആ പാത്തിൽ പോയതിന് ശേഷം അവിടെ നിന്നുകൊണ്ട് ഞാൻ ഗിറ്റ് ബാഷ് എന്ന് പറഞ്ഞ ടൂളാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പുട്ടിയോ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇത് വെച്ചിട്ട് തന്നെ കണക്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് പുട്ടിയാണെങ്കിൽ PPK ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇതാകുമ്പോൾ PEM കീ തന്നെ നമുക്ക് യൂസ് ചെയ്യാം, കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിപ്പോൾ എൻ്റർ അടിക്കുക, സേവ് ചെയ്തിട്ട് എൻ്റർ അടിച്ചു. ഇപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് യെസ് കൊടുക്കുക.
ഇപ്പോൾ ഞാൻ എൻ്റെ പുതിയ ഉബുണ്ടു സെർവറിലേക്ക് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ പുതിയ സെർവറിലേക്ക്. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഉബുണ്ടു സെർവർ, ലിനക്സ് സെർവർ എടുത്തിട്ട് കണക്ട് ചെയ്യേണ്ടത്. നമുക്ക് വേണമെങ്കിൽ സുഡോ apt get അപ്ഡേറ്റ് വിളിക്കാം. അതേപോലെ എന്തെങ്കിലും എൻജിനെക്സോ അല്ലെങ്കിൽ ഒരു വെബ് സെർവർ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ apt get ഇൻസ്റ്റാൾ എൻജിനെക്സോ അപ്പാഷെ എന്താണെന്ന് വെച്ചാൽ കൊടുത്തു കഴിഞ്ഞാൽ വെബ് സെർവർ ഇൻസ്റ്റാൾ ആവും. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ അതിൻ്റെ OSൻ്റെ ഇത് അപ്ഡേറ്റ് ചെയ്യുവാണ്. അതിൻ്റെ സോഴ്സ് ലിസ്റ്റെല്ലാം ഇപ്പോൾ അപ്ഡേറ്റ് ആവും. ഇനി എനിക്ക് വേണമെങ്കിൽ എൻജിനെക്സ് നമുക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാം. അപ്പോൾ സുഡോ apt get ഇൻസ്റ്റാൾ എൻജിനെക്സ് എന്നാണ് ഞാൻ കൊടുക്കുന്നത്. -y കൊടുക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് യെസ് ഓർ നോ ഓപ്ഷൻ ചോദിക്കാതിരിക്കാണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇൻസ്റ്റാൾ ആയിരിക്കോളും. അല്ലെങ്കിൽ യെസ് ഓർ നോ ചോദിക്കും ഇൻസ്റ്റാൾ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ എൻ്റെ എൻജിനെക്സ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പബ്ലിക് IP ഒന്ന് ബ്രൗസറിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് എൻജിനെക്സിൻ്റെ ഡിഫോൾട്ട് പേജ് കാണാനായിട്ട് പറ്റും. അപ്പോൾ നേരെ ഇൻസ്റ്റൻസിൻ്റെ സെക്ഷനിൽ തന്നെ ചെല്ലുക. അവിടെ ഉബുണ്ടു സെർവർ സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് അതിൻ്റെ പബ്ലിക് IP കിട്ടും. ആ പബ്ലിക് IP കോപ്പിന് ശേഷം ബ്രൗസറിൽ പോയിട്ട് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എൻജിനെക്സിൻ്റെ ഡിഫോൾട്ട് പേജ് കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക.